എല്ലാവർക്കും ഇന്നാണ് എൻ്റെ ആദ്യ യൂട്യൂബ് വ്ളോഗ്. നമ്മൾ കോർഫക്കാൻ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ കാണാൻ പോകുന്നത്. നമ്മൾ മൂന്നുപേരും കൂടി ആട്ടോ പോകുന്നത്. കുറച്ച് ലോങ്ങാണ്, പക്ഷെ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്, കാണാൻ നല്ല വ്യൂ ആണ്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ബാക്കി ക്ലിപ്സും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ കോർഫക്കാൻ എത്തി കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഇറങ്ങിയില്ല. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുവാണ്. ആ സമയത്ത് എനിക്ക് ചേട്ടനെടുത്ത് തന്ന കുറച്ച് വീഡിയോസാണ് ഇത്. അത് നമ്മളവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് പോവാം. അപ്പോൾ ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എനിക്ക് എക്സ്പ്ലനേഷൻ ചെയ്തു തരണേ. അവിടെ ഇങ്ങനെയാണ്, അവിടെ 50% ഓഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അതിനകത്ത് കയറിയിട്ടോ. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ചൂട്. അപ്പോൾ എങ്ങോട്ടേലും ഒന്ന് കയറിയാൽ മതി എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോയതാണ്. കയറിയിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങിയിട്ടോ. റെസ്റ്റോറൻറ്റ് ചേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ ചേട്ടൻ പറയുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ചേട്ടൻ ചായയുടെ കാര്യം കേട്ടോ പറയുന്നത്. ചായ അവിടെ ഇല്ല. പിന്നെ എത്ര ചൂടാണല്ലോ, ചായ മെയിനാണല്ലോ. ഇനി ഫുഡ് വരുന്നിടം വരെ നമുക്ക് മുടിയൊക്കെ സെറ്റ് ചെയ്ത് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിരിക്കാം. ഞാൻ അവിടെ നിന്നിട്ട് കാണിക്കുന്ന കണ്ടിട്ട് അവിടുത്തെ ചേട്ടൻ എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. അതാണ് ലാസ്റ്റ് ഞാൻ ഫേസ് അങ്ങനെ ആക്കിയിട്ട് പോകുന്നത്. ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ. എന്നിട്ട് എനിക്ക് ഫുഡ് കഴിച്ച വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലോട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഗേൾ തിങ്സ് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മേറിലെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കോർഫക്കാൻ ബീച്ച് എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഒരാൾ നമ്മുടെയൊക്കെ ചോദിച്ച് ബോട്ട് റൈഡ് പോകണമെന്ന്. അങ്ങനെ ഒരാൾക്ക് 20 ഐഡിയ അവർ പറഞ്ഞു. അത് നമ്മൾ ബോട്ട് റൈഡ് പോയി. പിന്നെ ആ ഉച്ച സമയം അതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. പിന്നെ നല്ല ബീച്ചാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത കുറച്ച് വീഡിയോസും കൂടി കാണിച്ചു.
അത് കഴിഞ്ഞ് നമ്മൾ ഷാർക്ക് ഐലൻഡ് എത്തി കേട്ടോ. ഇതാണ് ഷാർക്ക് ഐലൻഡ്. ഇവിടെ വരെയുള്ള റൈഡ്. ഇത് കഴിയുമ്പോൾ തിരിച്ചു പോകും. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഇപ്പോൾ നമ്മൾ പോകുന്നത് അൽസുഖൂബ് റെസ്റ്റ് ഏരിയ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ചേട്ടൻ ടോപ്പിൽ നിന്ന് നല്ല വ്യൂവും പിന്നെ അവിടെ ഒരു കഫേ ഉണ്ട്. നല്ല വ്യൂവിൽ നമുക്ക് കഫേയിലിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് നെക്സ്റ്റ്. അവിടുത്തെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ ഉണ്ട്. അത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഈ കഫേയുടെ പേര് ഫെനി എന്നാണ്. ഈ കാണുന്ന വ്യൂ അല്ല നമ്മുടെ കോർഫക്കാൻ സിറ്റിയുടെ വ്യൂ ആണ്. ഈ സൺസെറ്റിൻ്റെയും ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സൺസെറ്റും കണ്ടു. പിന്നെ ആ കഫേയുടെ സൈഡിൽ നിന്നെല്ലാം നമുക്ക് നടന്നൊക്കെ പോവാം. അപ്പോൾ ആ വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാവേ. ഇതാണ് നമുക്ക് ആ കഫേയിൽ നിന്ന് ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന വ്യൂ. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയില്ല. കാരണം അന്ന് നല്ല തിരക്കായിരുന്നു. കുറച്ച് ക്യൂ ഒക്കെ നിന്നിട്ട് വേണം അകത്തോട്ട് കയറാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറിയില്ല. കുറച്ച് ലേറ്റായില്ലോ തിരിച്ച് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ അൽ റഫീസ ഡാമിലെത്തി. ഇത് അവിടെ നിന്നുള്ള വ്യൂ ആണ്. നമ്മളവിടെ എത്തി. താഴെ കൂടെ സൈഡിൽ കൂടെ താഴോട്ട് നടക്കുമ്പം ഇതുപോലെ താറാവും മീനും ഒക്കെ ഉണ്ട്. നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ നൈറ്റ് വ്യൂ നല്ലതാണ്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയി. ഇതായിരുന്നു എൻ്റെ ആദ്യ യൂട്യൂബ് വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ വ്ലോഗുമായിട്ട് നമുക്ക് കാണാം. ബൈ ഗൈസ്.